സകല കാലത്തിനും മുമ്പേ നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം തന്ന ഭോഷ്കില്ലാത്ത ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഒക്കെ ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടുകൂടെ അറിയിക്കുന്നു. ഈ ശനിയാഴ്ചയുടെ സന്ധിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. തുടക്കത്തിൽ തന്നെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ മുതൽ ഒരു പുതിയ നല്ല ആഴ്ച ആശംസിക്കുന്നു. വിശേഷിച്ച് അനുഗ്രഹീതമായ ആത്മീയ സഭായോഗത്തിൻ്റെ സന്തോഷ നിറവ് നമുക്കൊക്കെ അനുഭവിക്കുവാൻ ദൈവം അതാത് പ്രാദേശിക സഭകളിൽ നമ്മെ സഹായിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിട്ടിട്ട് 12-ലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഉപസംഹാരം എന്ന വണ്ണം 11-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കുകയായിരിക്കും. അതിനു മുമ്പ് ഇന്നലെ വരെയുള്ള നമ്മുടെ ചിന്തകളിൽ, പഠനങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യമേ ചോദിക്കുവാനുള്ള അവസരമാണ്. ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കട്ടെ. പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത് യോഹന്നാനോട് കർത്താവ് കൽപ്പിക്കുന്ന ഒരു കൽപ്പന. ഒന്നാമത്, ദേവാലയത്തെ, അതിൽ വരുന്നവരെ, യാഗപീഠത്തെ ഒക്കെ അളക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രാകാരം അളക്കാതെ വിട്ടേക്കാൻ യോഹന്നാന് കൽപ്പന ലഭിക്കുന്നു. പിന്നീട് നാം കാണുന്നത് 2 സാക്ഷികളെയാണ്. അവരുടെ രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷകൾ, അവരുടെ അവസാനം, അവരുടെ രക്തസാക്ഷിത്വം, അടക്കപ്പെടാതെ അവരുടെ ശവങ്ങൾ തുറന്ന് യെരുശലേമിൽ കിടക്കുന്നത്, പിന്നീട് കർത്താവ് അവരെ വിളിക്കുന്നു, അവർ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുന്നു. അതിനോടനുബന്ധിച്ച് നടക്കുന്ന മഹാഭൂകമ്പവും തുടങ്ങിയുള്ള ചില കാര്യങ്ങളും ജനത്തിൻ്റെ വ്യത്യസ്തമായ പ്രതികരണങ്ങളും. ദേവാലയത്തിൻ്റെ പ്രാകാരം അളക്കാതെ വിട്ടേക്കുക എന്ന് പറഞ്ഞതിന് അവിടെ കാരണം പറഞ്ഞിരിക്കുന്നത് അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ്. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം ഇങ്ങനെയുമുണ്ട്. ഇന്ന് നമുക്കറിയാം, ഡോം ഓഫ് ദ റോക്ക്, ആ സ്ഥലത്തു നിന്നുള്ള മുസ്ലിം പള്ളിയുടെ പേരാണ് ഡോം ഓഫ് ദ റോക്ക്. നമ്മൾ ചിലരുടെയൊക്കെ ബൈബിളിൽ അതിൻ്റെ പടം കാണും. ചില ബൈബിളുകളിൽ പിക്ടോറിയൽ ബൈബിൾ, ചിത്രമുള്ള ബൈബിളുകളുണ്ട്. അതിൻ്റെ ചില പേജുകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പടം കാണിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്, അതിൽ ഡോം ഓഫ് ദ റോക്കിൻ്റെ ചിത്രമുണ്ട്. ഇന്നവിടെ യെരുശലേം പള്ളി നിന്നിരുന്ന, യെരുശലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ പണിഞ്ഞത് ആയ ഒരു പള്ളി, മോസ്കാണ്.
അതവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് യഹൂദനും മറ്റെല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിട്ടും ദേവാലയം പണിയുവാൻ കഴിയാത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ പ്രദേശങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ, എക്സ്കവേഷൻസ്, അതിൽ നിന്ന് റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ. നിങ്ങളും കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാകാം. യഥാർത്ഥത്തിൽ യെരുശലേം ദേവാലയം നിന്ന സ്ഥലത്തല്ല ഇപ്പോഴത്തെ ആ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന മുസ്ലിം പള്ളി നിൽക്കുന്നതത്രേ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് 500 അടി മാറിയാണെന്ന്. മറ്റു ചില രേഖകളിൽ ഞാൻ ദൂരം എത്രയെന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഗവേഷണങ്ങൾ ഇപ്പോഴും അതിനെ സംബന്ധിച്ച് നടക്കുന്നു. അതിൻ്റെ അന്തിമ രൂപത്തിൽ എത്തിയിട്ടില്ല ആ ഗവേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ. എങ്കിലും വായിച്ചറിഞ്ഞ അനുസരിച്ച് ഈ മുസ്ലിം പള്ളി ഇന്ന് നിൽക്കുന്ന ഡോം ഓഫ് ദി റോക്ക് അത് AD 70 നശിപ്പിക്കപ്പെട്ട യഹൂദന്റെ യെരുശലേം ദേവാലയത്തിൽ നിന്നും കുറച്ച് മാറിയതാണത്രേ. അങ്ങനെയാണെങ്കിൽ വേദപഠിതാക്കൾ പറയുന്നത് പ്രാകാരം ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പുറമെയുള്ള ഭാഗത്തെ അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ ഈ യഹൂദേതര ആരാധനാലയം നിൽക്കുന്നു, അവിടെ അവർ പോകുകയോ വരികയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളട്ടെ, അത് ഇസ്രായേലിനുള്ളതല്ല എന്ന നിലയിലാകാം എന്നാണ്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതിനേക്കാൾ പ്രസക്തമായിട്ടുള്ള ആശയം. പ്രാകാരത്തെ അല്ലെങ്കിൽ യെരുശലേമിനെ തന്നെ ജാതികൾക്ക് ചവിട്ടി മെതിക്കാൻ കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കണ്ടിരുന്നു. ദൈവം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദൈവം യെരുശലേമിൽ നിന്ന് മാറിപ്പോയി. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. സ്തോത്രം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൻ്റെ നഷ്ടമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നും ദൈവ സാന്നിധ്യത്തിൻ്റെ സാമീപ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഒന്നും കൂടെ പറയുന്നു, ഒരുവന്റെ ജീവിതത്തിലെ, അത് ഈ ലോക ജീവിതമായാലും നിത്യതയായാലും, ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ, ആപൽക്കരമായ, ദുഷ്കരമായ, ഭീതിതമായ വിഷയം, സംഭവം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ വിടവാങ്ങലാണ്. ദൈവ സാന്നിധ്യം ഇല്ലാതെയായി തീരുന്നതാണ്. മറുഭാഗം, ഏറ്റവും ആനന്ദകരമായ, അനുഗ്രഹകരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സംഭവം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ലോക ജീവിതത്തിലായാലും നിത്യതയിലായാലും ദൈവ സാന്നിധ്യത്തിൻ്റെ സാമീപ്യമാണ്. The immanency of the presence of God, whether in this life or life after. The very important, very precious thing of the life of a person. The worst thing, the dreadful thing in the life of a person is the absence or the withdrawal or the denial of the very presence of God, whether in this life or the life to come.
സ്തോത്രം. അപ്പോൾ യെരുശലേമിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. നമുക്ക് ഓർമ്മ കാണുമല്ലോ, ഒരു കുട്ടിയുടെ പേര് ജനിക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മ ഇട്ട പേരാ ഈഖബോദ്. ഓർമ്മ കാണുമല്ലോ, പേര് നമുക്ക് പരിചയം കാണും. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. സ്തോത്രം. ഏലി മഹാപുരോഹിതന്റെ കൊച്ചുമോൻ ജനിച്ചപ്പോൾ അതിൻ്റെ അമ്മ ഇട്ട പേരായി ഈഖബോദ്. അർത്ഥം ഇപ്പോൾ അമ്മമ്മ പറഞ്ഞതാ, മഹത്വം പോയി. സ്തോത്രം. മഹത്വം പോയി. അതിൻ്റെ നേരെ വിപരീതമായ ഒരു സംഭവമാണ് വെളിപ്പാട് 11 ഏറ്റവും ഒടുവിലത്തെ വാക്യം. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. Revelation 11, last verse, 19. Then God's temple in heaven was opened, and within his temple was seen the ark of his covenant. And there were flashes of lightning, rumblings, peals of thunder, an earthquake, and a great hailstorm. 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പൂരകമായതും അപ്പോൾ തന്നെ വിപരീതമായതുമായ ഒരു രേഖപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വാക്യം. ജോൺ സോ the temple open in heaven. Also he sees the ark of the covenant. ദേവാലയം, സ്വർഗീയ ദേവാലയം തുറന്നിരിക്കുന്നു. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവെന്നോ വസ്തുതയെന്നോ ഒക്കെ പറയാവുന്നതാണ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപെട്ടകം. The most important thing in Israel ever since their exodus, ever since their meeting with God on the Mount Horeb, that was the Ark of the Covenant. ഇസ്രായേലിൻ്റെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം, എടുത്തു പറഞ്ഞാൽ ഹോരേബ് മലമുകളിൽ ദൈവവുമായുള്ള ഇസ്രായേലിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ ജീവിതത്തിലെ, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ത്, വസ്തുത എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിയമപെട്ടകം. അതിനോളം പ്രാധാന്യം വേറെ ഒന്നിനുമില്ല. ആലയമാണോ പ്രധാനം അതോ നിയമപെട്ടകമാണോ പ്രധാനം? What is more important, the temple or the ark? നിയമപെട്ടകം. Ark of the covenant. Ark of the covenant. പെട്ടകമാണ് പ്രധാനം. Because the ark is the very thing that makes temple a temple. യെരുശലേം ദേവാലയത്തെ ദേവാലയമാക്കുന്നത് അവരുടെ നിയമപെട്ടകമാണ്. അവരുടെ എന്ന് പറയുന്നത് ശരിയല്ല, ദൈവത്തിൻ്റെ നിയമപെട്ടകം എന്നതാണ് വേദപുസ്തക ഭാഷ്യം. നിയമപെട്ടകം അവിടെ ഇല്ലെങ്കിൽ ആലയത്തിന് വിശേഷിച്ച് ഒരു പ്രത്യേകതയുമില്ല. ഇവിടെ യോഹന്നാൻ കാണുന്നു 11 ഒടുവിൽ സ്വർഗത്തിലെ ദേവാലയം തുറന്നിരിക്കുന്നു.
ദൈവത്തിന്റെ നിയമപെട്ടകവും അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിന് നേരെ വിപരീതമായതാണ് ആദ്യം. എന്തേ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ദേവാലയം, ദൈവ സാന്നിധ്യം ഇല്ലാതെയായ യെരുശലേം നഗരം. സ്തോത്രം. നമ്മളെ പറഞ്ഞല്ലോ, നേരത്തെ കണ്ടായിരുന്നല്ലോ, അഹരോൻ മഹാപുരോഹിതന്റെ പുരോഹിതന്മാരായ മക്കൾ ഓർഡിനേഷൻ കഴിഞ്ഞ്, കരപൂരണം കഴിഞ്ഞ് ചെന്ന് കയറിയ അന്ന് തന്നെ ദേവാലയത്തിൽ അവർ മരിച്ചു വീണ കാര്യം. സ്തോത്രം. പക്ഷേ ബാബിലോണ്യരും പിന്നീട് റോമക്കാരുമൊക്കെ യെരുശലേം ദേവാലയത്തിൽ യഥേഷ്ടം കയറിയിറങ്ങി നശിപ്പിച്ചിട്ടും അവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ല. അതിനുള്ള കാരണം നമ്മൾ കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. മുമ്പൊരിക്കലോ 2 പ്രാവശ്യമോ ഞാൻ നിങ്ങളെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ ആവർത്തിച്ചിട്ട് പോകുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം, ദ ബുക്ക് ഓഫ് എസേക്കിയൽ. സ്തോത്രം. വേഴ്സ് നമ്പർ 6 ഓഫ് ചാപ്റ്റർ 8, 8ന്റെ 6ാമത്തെ വാക്യം. And he said to me, Son of man, do you see what they are doing? The utterly detestable things the house of Israel is doing here, things that will drive me far from my sanctuary, but you will see things that are even more detestable. Praise God. സ്തോത്രം. ആ അധ്യായം മുഴുവനും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാക്യം നമ്മളിപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. The people of Israel are doing such things which drives God's presence from his sanctuary. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന്, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽക്കാർ അവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ, highly detestable things, abominations, vulgarity, തീരെ മോശമായ മ്ലേച്ഛമായ മഹാമ്ലേച്ഛതകൾ. എന്താ അതുകൊണ്ട് സംഭവിക്കുന്നത്? God is driven out from his sanctuary. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ദൈവത്തെ ആട്ടി ഓടിക്കുകയാണ്. സ്തോത്രം. ഈ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് രേഖകളുണ്ട്. എസെക്കിയേൽ 1:4-28 speak about the presence of God moving there in the temple. Chapter 3, 22 and 23, 3ന്റെ 22ഉം 23, വിശേഷിച്ച് അതിന്റെ 23ാമത്തെ വാക്യം വായിച്ചോളൂ. 23. അറിയില്ലേ? So I got up. വായിച്ചു.
യഹോവയുടെ കൈ 23 അല്ലേ പക്ഷേ 22 23 അങ്ങനെ ഞാൻ എഴുന്നേറ്റു സമഭൂമിയിലേക്ക് പോയി. ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ടു. ഞാൻ കവിഞ്ഞു വീണു. അപ്പോൾ ആത്മാവ് അവിടെ നാം കാണുന്നു ദൈവത്തിന്റെ മഹത്വം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം. സ്തോത്രം. നമുക്ക് വീണ്ടും 8-ന്റെ 1-ാമത്തെ വാക്യം, 8:1. ആറാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുൻപിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു. അവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ നേരത്തെ 6-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട ദേവാലയത്തിൽ നടക്കുന്ന മഹാമ്ലേച്ഛതകളുടെ വിവരണങ്ങളാണ്. ഇനി 10-ന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് അതിൻ്റെ 3 മുതൽ 3-ഉം 4-ഉം വാക്യങ്ങൾ, 10 verses 3 and 4. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലതുഭാഗത്ത് നിന്നു. മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്നും പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ മഹത്വം. പെട്ടകത്തെ മൂടിയിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തെ കെരൂബുകളുടെ മീതെ നിന്ന് പൊങ്ങി എവിടെ നിന്നു? ഉമ്മരപ്പടിക്ക് മീതെ വന്നു നിന്നു. ഉമ്മരപ്പടിക്ക് മീതെ. ഡിപ്പാർച്ചർ ബിഗാൻ. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവസാന്നിധ്യം അവിടെ നിന്നും പൊങ്ങി, അവിടെ നിന്ന് പോവുകയാണ്. ഇനി 11-ന്റെ 22, 23, 11, 22 and 23. അനന്തരം കെരൂബുകൾ ചിറകുയർത്തു, ചക്രങ്ങളും ചേർത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം പോലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്നും മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. ദേവാലയത്തിനകത്ത് കെരൂബുകളിൻ മീതെ പെട്ടകത്തോട് ചേർന്ന് കാണപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വം, അത് 10-ന്റെ 4-ൽ നമ്മൾ കണ്ടു. ഉമ്മരപ്പടിമേലേക്ക് പൊങ്ങി. ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. 23-ൽ വായിക്കുന്നു, യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന്റെ കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. സ്തോത്രം. ഇങ്ങനെ ഈ അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ട ഭാഗങ്ങളിൽ ദേവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നു. ഒടുവിൽ ദൈവമഹത്വം ഉമ്മരപ്പടിമേലും പിന്നീട് നഗരത്തിന് നടുവിലും പിന്നീട് യെരുശലേം നഗരം തന്നെ വിട്ട് അതിരുകൾ കടന്നു പോകുന്നു. എല്ലാത്തിനും കാരണം നമ്മൾ കണ്ടു, പാപം അഥവാ മ്ലേച്ഛത. സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. സ്തോത്രം. പുറത്തെ പ്രാകാരം ജാതികൾക്ക് ചവിട്ടുവാൻ വേണ്ടി വിട്ടുകൊടുത്തത്
God disowning his city, his temple. ദൈവം തൻ്റെ ആലയത്തെയും അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധ മന്ദിരത്തെയും വിശുദ്ധ നഗരത്തെയും ഉപേക്ഷിച്ചു പോകുന്നതാണ്. സ്തോത്രം. വളരെ ഗൗരവത്തോടെ നാം കുറിക്കൊള്ളേണ്ട ഭാഗമാണിത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സ്തോത്രം. മറ്റൊരു കാര്യവും നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ കാണും. പാപത്തിൻ്റെ ഏറ്റവും തീവ്രമായ പരിണിത ഫലം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. The severest consequence of sin. The loss of God's presence in our life. Yeah. ഒരു വശം കൂടെ ഉണ്ട്. Two sides. ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയും. Yeah. ഒന്ന്, the loss or the withdrawal or the absence of the presence of God. God withdraws himself. God despises his people. And second part, he casts people out of his presence. Praise God. He is giving over to their deprived mind. Yeah, three things are there in Romans 1, 24, 26, and 28. Praise God. ദൈവം ഉപേക്ഷിക്കുക. ദൈവസന്നിധിയിൽ നിന്നും ഒരുവൻ ഉപേക്ഷിക്കപ്പെട്ടാൽ അവൻ പിന്നെ പാപത്തിലേക്കാണ് ദൈവം അവനെ വിട്ടുകളയുന്നത്. അശുദ്ധിക്കാണ് അവൻ ഏൽപ്പിക്കപ്പെടുന്നത്. നികൃഷ്ട ബുദ്ധിയിലാണ് അവൻ ഉപേക്ഷിക്കപ്പെടുന്നത്. ഇവിടെ യെരുശലേമിൻ്റെ ദേവാലയത്തിൻ്റെ ഒക്കെ വിഷയവും ഇത് തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇത് പഠിക്കുന്നത് നല്ലതാ, ഇത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതുമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ച് വളരെ പ്രസക്തമായത്, നമുക്ക് സഭയ്ക്ക് ഇത് സംഭവിക്കരുത്. ഓരോ വിശ്വാസിക്കും വ്യക്തിപരമായി ഇത് സംഭവിക്കരുത്. സഭയായി നമുക്കിത് സംഭവിക്കരുത്. സ്തോത്രം. Praise God. Yes, this is the most dreadful state. ദൈവം ഉപേക്ഷിക്കുന്നു, ദൈവം വിട്ടുപോകുന്നു. നിങ്ങൾ എന്തെന്ന് വെച്ച് ചെയ്തു, നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കയില്ല. എത്ര ഭീകരമായ ഒരു സംഭവമാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ചായാലും വരുവാനുള്ള ലോകത്തിൽ വെച്ച് ന്യായവിധിയുടെ സമയത്തായാലും ഒരുവൻ കേൾക്കുവാൻ സാധ്യതയുള്ള ഏറ്റവും ഭയാനകമായ പദങ്ങളാണവ. ഏറ്റവും ഭയാനകമായ പദങ്ങൾ. Severely dreadful words a person can ever hear, whether in this life or in eternity. These two things. Accursed, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടുപോകുവീൻ.
എന്തൊരു ഭയാനകമാ! ബാക്കി എന്തും സഹിക്കാം. ഏറ്റവും അസഹനീയമായ, ഏറ്റവും ഭയാനകമായ പദങ്ങളാണിവ. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കയില്ല, നടക്കയില്ല, നിന്നോടുകൂടെ പാർക്കയില്ല എന്നൊക്കെയുള്ള 1-ാം ഭാഗവും, എന്നെ വിട്ടുപോകുവീൻ എന്നുള്ള 2-ാം ഭാഗവും. സ്തോത്രം. അതിൻ്റെ ഗൗരവത്തോടെ അത് ചിന്തിപ്പാനും പഠിക്കുവാനുമൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആഹ്വാനം ചെയ്ത് ആ ഭാഗം ഞാൻ വിടുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? ഒന്നും വേണ്ട. എങ്കിൽ നാം ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരികയാണ്. സ്തോത്രം. താങ്ക് യു. ഒടുവിലത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. യോഹന്നാൻ ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു കാഴ്ച കാണുകയാണ്. സ്വർഗത്തിലെ ദേവാലയം തുറന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമപെട്ടകവും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ നിയമപെട്ടകം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ബൈബിൾ അതേപ്പറ്റി പറയുന്നില്ല. യിരെമ്യാ പ്രവാചകൻ എവിടെയോ എടുത്ത് ഒളിച്ചു വെച്ചു എന്ന ഒരു പറച്ചിലുണ്ട്. അല്ലെങ്കിൽ ഒളിച്ചു വെപ്പിച്ചു എന്ന്. അല്ല, ദൈവം തന്നെ അതെവിടെയോ മറച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ചില അനുമാനങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിയമപെട്ടകം ഇപ്പോൾ എവിടെയെന്നറിയില്ല. സ്തോത്രം. നമ്മൾ മുമ്പേ കണ്ടതുപോലെ നിയമപെട്ടകമാണ്, ആർക്ക് ഓഫ് ദ കവനന്റ് ആണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ദേവാലയം തുറന്നിരിക്കുന്നു, സ്വർഗത്തിലെ ദേവാലയം. നിയമപെട്ടകവും അവിടെ കാണായി വരുന്നു. എന്താ അതിന്റെ അർത്ഥം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യം. അത് രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം. സ്തോത്രം. ദൈവത്തിന്റെ പിണക്കമൊക്കെ മാറി ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന്റെ പിണക്കമൊക്കെ മാറി നീരസം. പിണക്കം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ കെറുവിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. അതിന് കാരണം നമ്മൾ കണ്ടു. പാപം, അനുസരണക്കേട് നിമിത്തമുള്ള നീരസം, രസമില്ലായ്മ. നീരസത്തിന്റെ അർത്ഥവും നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പഠിച്ചിരുന്നല്ലോ. രസമില്ലായ്മ. പിണക്കമാണോ? അല്ല. പക്ഷെ എന്തോ ഒരു രസക്കേട്, എന്തോ ഒരു രസക്കേട്. അത്ര നല്ല സുഖമില്ലല്ലോ നമ്മൾ പറയത്തില്ലേ? സ്തോത്രം. എന്താ, അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു രസമില്ലായിരുന്നല്ലോ. ചിരിക്കുകയൊക്കെ ചെയ്തു, പ്രൈസ്തലോടൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു രസമില്ലായിരുന്നു. സന്തോഷത്തോടെ അല്ല. സ്തോത്രം. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ദൈവം ഇവിടെ തൻ്റെ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവം തൻ്റെ സാന്നിധ്യം നൽകുന്നു. പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ ആവർത്തിക്കുന്നു. ദൈവം ഒരുവന്
കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ ദാനം എന്താ? His very presence His very presence. In other words, he himself. himself. Yeah. സ്തോത്രം. എവിടെയായാലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഈ ലോക ജീവിതത്തിലോ വരുവാനുള്ള ലോക ജീവിതത്തിലോ ഏതിലായാലും ദൈവം താൻ സ്നേഹിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ പ്രൈസ്, സമ്മാനം, വിരുദ് എന്നൊക്കെ പറയുന്നത് തന്നെയാ. അതിനേക്കാൾ വലുതൊന്ന് ദൈവത്തിന് തൻ്റെ ജനത്തിന് കൊടുപ്പാനില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശം ക്രൈസ്റ്റ് ഹിംസെൽഫ്. നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം ക്രിസ്തു തന്നെ. അതുകൊണ്ടാണ് നാം ഫിലിപ്പിയർ 3:14 വെച്ച് പറഞ്ഞിട്ടുള്ളത്, ലാക്കും വിരുദും ക്രിസ്തുവാണെന്ന്. The mark where we have to reach and the prize we will receive once we reach to the mark, as per Philippians 3:14. Both are Christ himself. സ്തോത്രം. അത് ഈ ലോകത്തിലായാലും വരുവാനുള്ളതിലായാലും. ഇവിടെ അതാണ് കാണുന്നത്. സ്വർഗത്തിലെ ദേവാലയം തുറന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഇരിക്കുന്നു. ആ പെട്ടകം എന്നത് ദൈവം ജനത്തോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. നിയമപെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ്, the very proof of or the sign of the covenant God made with his people. And the very ark represents the very presence of God. സ്തോത്രം. ഇപ്പോൾ ഇവിടെ വെളിപ്പാട് 11 അവസാന ഭാഗങ്ങളിൽ സ്തോത്രം അത് നാം കാണുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. അതിൻ്റെ തെളിവാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നാദവും ഇടിമുഴക്കുമുണ്ട്. സ്തോത്രം. മിന്നലും നാദവും ഇടിമുഴക്കവുമൊക്കെ നാം അതേക്കുറിച്ചും ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ പഠിച്ചു. അതിൻ്റെയും അർത്ഥം എന്താണ്? ഇത് എവിടുത്തെ സംഭവങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഹോരേബിലെ സീനായി മലയിലെ ദൈവം അവിടെ ഇറങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ മരുഭൂയാത്രയുടെ തുടക്കം, ചെങ്കടൽ കടന്ന് സീനായി മരുഭൂമിയിലേക്ക് എത്തി. സീനായി മലയിൽ ദൈവം അവർക്ക് പ്രത്യക്ഷനായി. അവിടെ ദൈവം ഇറങ്ങി വന്നപ്പോൾ അനുഭവവേദ്യമായ കാര്യങ്ങളാണ് മിന്നലും ഇടിയും നാദവും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ കാര്യമാണ് പറയുന്നത്, ദൈവം തൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിന് വീണ്ടും അരുളുന്നു. സ്തോത്രം. അപ്പോൾ 7ാം കാഹളനാദത്തിൻ്റെ സംഭവ പരമ്പരകളെ ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് 11 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ?
എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? പക്ഷെ അക്ഷരീയമായിട്ട് സ്വർഗത്തിലെ ദേവാലയവും ഈ നിയമപ്പെട്ടതുണ്ട്. അക്ഷരീയമായിട്ടുള്ളതാണോ? ആണെങ്കിൽ അതിന്റെ എന്താ കാര്യം? ദൈവത്തിന്റെ സാന്നിധ്യവും സ്വർഗമൊക്കെ തുടങ്ങിയ പിന്നെ ഈ ദേവാലയത്തിന്റെയും നിയമപ്പെട്ടതിന്റെ ഒക്കെ പ്രസക്തി എന്താ? സ്വർഗം തന്നെയാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ദേവാലയം ഉണ്ടാക്കി. അപ്പോൾ സ്വർഗത്തിന്റെ മാതൃക, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവ സാന്നിധ്യം. സ്വർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അത് തന്നെ. വെളിപ്പാട് 21 അധ്യായത്തിൽ ഇതിന്റെ മറുപടി നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. 21:22 Revelation 21:22. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകും. അക്ഷരീയമായ ഒരു ദേവാലയം യെരുശലേമിലേതുപോലെ സ്വർഗത്തിൽ ഇല്ല. കാരണം ദൈവം എവിടെ ഉണ്ടോ അതാണ് ദൈവത്തിന്റെ ആലയം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ സംബന്ധിച്ച വിവരണങ്ങളാണല്ലോ ഈ 21 അധ്യായത്തിൽ. അവിടെയാണ് 22 വാക്യത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, മന്ദിരം അതിൽ കണ്ടില്ല. പ്രത്യേകിച്ചൊരു മന്ദിരം അക്ഷരീയമായ നിലയിൽ അവിടെ ഇല്ല. അവിടെ ഉള്ളത് അക്ഷരീയമായ ദൈവ സാന്നിധ്യമാണ്. യെരുശലേം ദേവാലയത്തെക്കാൾ അധികം. യെരുശലേം ദേവാലയം വെറും ഒരു നിഴൽ മാത്രം. എന്നാൽ അതിൻ്റെ പൊരുളായ ദൈവം, കുഞ്ഞാട്, ത്രിയേക ദൈവം, അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് സ്വർഗം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ കാണുന്ന കാര്യമാണ്. പ്രതീകാത്മകമാണ്, പ്രതിരൂപകമാണ്. യോഹന്നാന്റെ വായനക്കാർക്ക് പ്രത്യേകിച്ച് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, ഇത് സ്വർഗത്തിന്റെ കാഴ്ചയാണ്. ഇസ്രായേലുമായി മാത്രം ബന്ധപ്പെട്ടാണ് യെരുശലേം ദേവാലയത്തിനും പെട്ടകത്തിനുമൊക്കെ പ്രാധാന്യമുള്ളത്. നമ്മെ സംബന്ധിച്ച് യെരുശലേം ദേവാലയം പോലെ ഒരു സ്ഥലമോ ഒരു കെട്ടിടമോ ഇങ്ങേയറ്റം പെട്ടകം, നിയമപെട്ടകം പോലെ ചില അക്ഷരീക വസ്തുക്കളോ പോലും പ്രസക്തമല്ല ദൈവസഭയെ സംബന്ധിച്ച്. എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് പ്രസക്തമാണ് ഇന്ന് ഈ ഭൂമിയിൽ വെച്ചു പോലും. യെരുശലേം എന്ന ഒരു സ്ഥലം നമുക്ക് പ്രസക്തമല്ല. എവിടെ നമുക്ക് കൂടി വരാം, എവിടെയും നമുക്ക് കൂടി വരാം. അതുകൊണ്ടാണ് ഹോട്ടൽ മുറികളിൽ, ഓഡിറ്റോറിയങ്ങളിൽ, സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ, ഇവിടെ ഞങ്ങൾക്ക് മുംബൈയിൽ ചില സമയത്ത് യോഗങ്ങൾ നടത്തിയിട്ടുള്ളത് സിനിമാശാലകളിലാണ്.
നമ്മുടെ ബോംബെയിലെ അല്ലെങ്കിൽ പന്തളത്തെ ജോശാനും ഒക്കെ അംഗങ്ങളായിരുന്ന അവർ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുള്ള ബോംബെയിലെ ദൈവസഭ, അവരുടെ ചില യോഗങ്ങൾ, പ്രത്യേകിച്ച് ആണ്ടർതിയൊക്കെ യോഗങ്ങൾ പല വർഷങ്ങളിലും നടത്തുമായിരുന്നത്, കൺവെൻഷനുകൾ പല സമയത്ത് നടത്തുമായിരുന്നത് മുംബൈയിലെ ചില സിനിമാശാലകളിലായിരുന്നു. നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് തെരുവോരങ്ങളിൽ സാധ്യമാണ്, വൃക്ഷത്തണലുകളിൽ അത് സാധ്യമാണ്, എവിടെയുമാകാം, ചന്തസ്ഥലങ്ങളിലാകാം. പുതിയ നിയമസഭയ്ക്ക് യെരുശലേം യഹൂദൻ എന്നതുപോലെ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പ്രാധാന്യതയില്ല. യെരുശലേം ദേവാലയം പോലെ ഒരു പ്രത്യേക മന്ദിരത്തിൻ്റെയും പ്രാധാന്യത നമുക്കില്ല. പെട്ടകം പോലെ എന്തെങ്കിലും പ്രസക്തമായ വസ്തുക്കളോ വസ്തുതകളോ നമുക്കില്ല. എന്നാൽ ഇവയിലെല്ലാം അന്തർലീനമായ സത്യം നമ്മൾ എടുക്കുന്നു. എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ: ദൈവത്തിന് വസിപ്പാൻ കഴിയുന്ന നിലകളിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചാൽ, സ്തോത്രം, എബ്രായ ലേഖനം, അതിൽ നിന്ന് തന്നെ അങ്ങ് വായിച്ച് കേൾപ്പിക്കാം. ചിലർക്ക് അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി അത് വായിക്കുന്നു. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം. അതിൻ്റെ 1 മുതൽക്ക് 6 വരെ ഉണ്ട്. എല്ലാം വായിച്ചാൽ സമയം പോകും എന്നതുകൊണ്ട് 6-ാം വാക്യം മാത്രം വായിക്കാം. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. സ്തോത്രം. നാം തന്നെ അവന്റെ ഭവനമാകുന്നു, നാം തന്നെ ദേവാലയമാകുന്നു. സ്ഥലത്തിനും ബിൽഡിങ്ങിനും പുതിയ നിയമത്തിൽ പ്രസക്തിയില്ല. പെട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണെന്ന് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ടായിരുന്നു ഏലി മഹാപുരോഹിതന്റെ മക്കൾ അവസാന അറ്റ കൈക്കെന്നതുപോലെ പെട്ടകം പാളയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ ആർപ്പിട്ടു, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്. അത് കേട്ട് ഫെലിസ്ത്യർക്കും ഭയമുണ്ടായി. പക്ഷേ ഇസ്രായേൽ തോറ്റു, പെട്ടകം പിടിക്കപ്പെട്ടു, ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. പിന്നെ നടന്നതൊക്കെ നമുക്കറിയാം. ദാഗോൻ എന്ന ദേവതയുടെ വിഗ്രഹം ആയിട്ടുകൂടെ ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ, പെട്ടകത്തിന്റെ മുമ്പിൽ വീണ് കിടന്നു. പിന്നെയും എഴുന്നേൽപ്പിച്ച് നിർത്തി, പിന്നെയും വീണു. ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞുപോയി. നമുക്കറിയാം സംഭവങ്ങൾ. അതേ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്, ബേത്ശേമേശ്യർ പെട്ടകത്തിലേക്ക് നോക്കിയപ്പോൾ 50,070 പേര് മരിച്ചു. ഒക്കെ നമുക്കറിയാം. ആ പെട്ടകം പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന്റെ അക്ഷരീകമായ സാന്നിധ്യമാണ്. പുതിയ നിയമസഭയും അതിന് പ്രാധാന്യം നൽകുന്നു. എന്തിന്? ദൈവ സാന്നിധ്യത്തിന്. എന്തുമാത്രം നമ്മുടെ ഇന്നത്തെ സഭകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തുക. എന്നാൽ ഇതിൻ്റെ എല്ലാം അക്ഷരീക പൂർത്തീകരണമാണ് നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കുവാൻ പോകുന്ന നിത്യമായ വാസസ്ഥലം. അവിടെ യെരുശലേമിലേതുപോലെ ഒരു ദേവാലയം ഇല്ല, വേണ്ട. യെരുശലേമിലേതുപോലെ ഒരു പെട്ടകവും അക്ഷരീയമായി വേണ്ട. കാരണം ഇതിൻ്റെ എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ കൺസ്യൂമേഷൻസ്, പൂർത്തീകരണങ്ങളാണ്.
തികവുകളാണ് നമുക്ക് കാണുവാൻ അവിടെ കഴിയുന്നത്. എന്നാൽ ഇവിടെ പ്രതീകാത്മകമായിട്ടാണ് സ്വർഗത്തിൽ ദേവാലയം, അവിടെ പെട്ടകവും കണ്ടു എന്ന് പറയുന്നത്. ദൈവം തൻ്റെ സ്വർഗത്തിൽ തൻ്റെ അക്ഷരീയമായ സാന്നിധ്യം തൻ്റെ വിശുദ്ധന്മാർക്ക് നൽകി 21:3 വായിക്കുന്നത് പോലെ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുന്ന ആ അക്ഷരീകതയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ 11 അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന സ്വർഗത്തിലെ ദേവാലയം പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. അക്ഷരീയമായ ഒരു ദേവാലയം സ്വർഗത്തിൽ വേണ്ട. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു, മന്ദിരം അവിടെയില്ല. വിശുദ്ധ മന്ദിരം പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ ഒരു പ്രതിരൂപമായി വേദപണ്ഡിതാക്കൾ പറയുന്നത്, യെരുശലേം ദേവാലയത്തിൽ ഏറ്റവും മുൻപിൽ അതിവിശുദ്ധ സ്ഥലം, പിന്നീട് പരിശുദ്ധ സ്ഥലം, പിന്നീട് പ്രാകാരങ്ങൾ എന്നതുപോലെ യേശുക്രിസ്തുവിനോട് കൂടെ കർത്താവിൻ്റെ കാന്ത, അതിന് തൊട്ട് പുറത്തായിട്ട് ഇസ്രായേലും മഹാപീഡനകാല വിശുദ്ധന്മാരും, അതിനും പുറത്ത് നഗരത്തിനു പുറത്ത് ജാതികൾ. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ആ ഭാഗങ്ങളിൽ സംശയങ്ങൾ കാണുക, എന്താ, നമുക്കത് അവിടേക്ക് വരുമ്പോൾ അത് വിശദമാക്കാം. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്നതുപോലെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, വെറും സൂചന മാത്രം. അപ്പം യെരുശലേം ദേവാലയത്തിലെ ഒരു രൂപം, ഒരു പ്രതീകമായി നമുക്ക് നിത്യതയിൽ കാണാം. ക്രിസ്തുവിനോട് കൂടെ കർത്താവിൻ്റെ കാന്ത, അവിടെ അക്ഷരീയമായ ദൈവസാന്നിധ്യമൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ വിശദീകരിക്കാം ആ സമയത്ത്, നാം ആ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് അക്ഷരീയമായ ഒരു ദേവാലയമോ പെട്ടകമോ യാഗപീഠമോ ഒന്നും അവിടെ ഇല്ല. എന്നാൽ അവിടുത്തെ യഥാർത്ഥ ആ അക്ഷരീയതകളുടെ പ്രതീകം മാത്രമായിരുന്നു, ഒരു മാതൃക മാത്രമായിരുന്നു യെരുശലേമിലെ ദേവാലയം. വസ്തുനിർമ്മിതമായിട്ടുള്ളതല്ല, അക്ഷരീയമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗം, ഒരു പുത്തൻ യെരുശലേം എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത. മറ്റൊന്നും ഇല്ല എങ്കിൽ ഒരു കാര്യവും കൂടെ 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യക്തം ആയിരിക്കും എങ്കിൽ കൂടെ ഈ 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നിന്റെ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. നമ്മൾ കണ്ടു അവിടെ 3 കാര്യങ്ങൾ: മരിച്ചവരെ ന്യായം വിധിക്കുക, തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുക, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ. അതിൽ 2-ാമത്തെ സംഗതിയാണ് മരിച്ചവരെ ന്യായം വിധിക്കുക. ഇത് ഏത് ന്യായവിധിയെ സംബന്ധിച്ചാണ് പറയുന്നത്?
ഇവിടെ മരിച്ചവർ എന്ന് അർത്ഥമാക്കുന്നത് ആരെയാ? ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സഭയാണോ? അതിന് താഴെ പ്രതിഫലം കൊടുക്കുന്ന കാര്യം പറയുന്നു. ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, ചെറിയവരും വലിയവരുമായി ദൈവത്തിന്റെ ഭക്തന്മാർക്ക്. ഇവിടെ പറയുന്ന വിശുദ്ധന്മാർ, ഭക്തന്മാർ, പ്രവാചകന്മാർ, ഇവർ ആര്? പുതിയ നിയമസഭയാണോ? മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരാണ്. എന്തോ? മഹാപീഡനകാലത്ത് ഉള്ള വിശുദ്ധന്മാരാണ്. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പ് ഇതിനോടകം നടന്നു. അവരുടെ ന്യായവിധിയും നടന്നു കഴിഞ്ഞു. അതും എവിടെ വെച്ചാ നടക്കുന്നത്? സ്വർഗത്തിൽ വെച്ച. എന്നാൽ ഇതൊക്കെ നടക്കുന്നതോ ഭൂമിയിൽ വെച്ച. ദൈവസഭയുടെ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ, ക്രിസ്തുവിന്റെ സമയത്ത് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ന്യായവിധിയും പ്രതിഫല വിഭജനവും ഒക്കെ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ സംഭവിച്ചു കഴിയുന്നു. അവയുടെ സ്ഥലം സ്വർഗമാണ്. മറ്റെല്ലാ ന്യായവിധികളും നടക്കുന്നത് ഭൂമിയിൽ വെച്ച. പ്രതിഫല വിഭജനവും അങ്ങനെ തന്നെ. ഇവിടെ അതുകൊണ്ട് പറയപ്പെടുന്ന മരിച്ചവരെ ന്യായം വിധിക്കുക എന്നുള്ളത് പുതിയ നിയമകാലത്തെ വിശുദ്ധന്മാരുടെ അഥവാ ദൈവസഭയുടെ ഉയർപ്പോ ന്യായവിധിയോ അല്ല. മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളാണ്. നമ്മുടെ ഉയർപ്പും അല്ലെങ്കിൽ രൂപാന്തരവും ന്യായവിധിയും പ്രതിഫല വിഭജനങ്ങളും നടക്കുന്നത് സ്വർഗത്തിൽ വെച്ച. എന്നാൽ ഇത് അതിനുശേഷം ഭൂമിയിൽ വെച്ച് നടത്തപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ദൈവസഭ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടുത്തെ വിശുദ്ധന്മാർ എന്നതുകൊണ്ട് സഭയല്ല. ഇവിടുത്തെ പ്രവാചകന്മാർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ അറിവനുസരിച്ച് ഹാനോക്ക് മുതലുള്ള പ്രവാചകന്മാർ ഉൾപ്പെടുന്ന സംഘമല്ല. ഇവിടെ വിശുദ്ധന്മാർ എന്നതുകൊണ്ട് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ എന്നർത്ഥം മാത്രമേ ഉള്ളൂ. ദ ചോസൺ വൺസ്. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് എന്നാണല്ലോ. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ. പുതിയ നിയമ സഭയിലെ വിശുദ്ധന്മാരല്ല എന്ന് മാത്രം. പഴയ നിയമകാല വിശുദ്ധന്മാരുണ്ട്, പുതിയ നിയമകാല വിശുദ്ധന്മാരുണ്ട്, മഹാപീഡനകാല വിശുദ്ധന്മാരുണ്ട്. ആ കാലം അനുസരിച്ച് അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അതിൽ ഇവിടെ പറയുന്നത് മഹാപീഡനകാലത്ത് കർത്താവിനായിട്ട് വേർതിരിയപ്പെട്ട വിശുദ്ധന്മാർ എന്നാണ്. So the saints here are the saints separated for Christ or for God even during
the tribulation period. പ്രശ്നം ചോദിച്ചോട്ടെ. അപ്പൊ ഇതിനർത്ഥം പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരും പുതിയ നിയമസഭ എന്ന് പറഞ്ഞ റാപ്ചറോട് കൂടി എടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെയും പ്രതിഫല വിഭജനവും, അതായത് ന്യായവിധിയും മുമ്പ് തന്നെ കഴിഞ്ഞിരിക്കും അർത്ഥം ഇല്ലേ? അതെ. ക്രിസ്തുവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരുടെയും രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരുടെയും ന്യായവിധിയും പ്രതിഫല വിഭജനവും സ്വർഗത്തിൽ വെച്ച് തന്നെ നടക്കുന്നു. അത് നടന്നു കഴിയും. ഇത് മഹാപീഡന കാലത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം കാഹളനാദത്തിങ്കൽ അതിന്റെ ഒരു കാലദൈർഘ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കാലത്ത് അപ്പൊ ഈ 20-ാം അധ്യായത്തിൽ കാണുന്ന മരിച്ചവർ ആപാലവൃത്തം നിൽക്കുന്നു എന്ന് പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെടുമോ? ഇത് വിശുദ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത്. മറ്റെല്ലാവരെയും സംബന്ധിക്കുന്ന മൊത്തത്തില്. അതെ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത അവരുടെ 1000 ആണ്ടുവാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കുന്നതാണ് അവിടെ. താങ്ക് യു. പ്രൈസ് ഗോഡ്. മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് 11-ാം അധ്യായത്തിന്റെ പഠനം ഇവിടെ നിർത്താം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. നമുക്ക് പ്രസക്തമായിട്ടുള്ളത് ഈ ജീവിതത്തിൽ നാം ഇസ്രായേലിനെ പോലെ ആകാതെ, ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടാതെയും ദൈവസന്നിധിയിൽ നിന്നും നാം തള്ളപ്പെടാതെയും നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നിത്യതയുടെയും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ദൈവത്തോട് കൂടെയുള്ള വാസമാണല്ലോ. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രത്യാശയാൽ നിറയാം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമുക്കേവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നിത്യതയ്ക്കായി ഒരുക്കട്ടെ. സ്തോത്രം.